ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫയേഴ്സിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ്സിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഫയേഴ്സിൻ്റെ വെബ് ചാർട്ടിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഈ ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ടോപ്പ് സൈഡിൽ കാണാൻ സാധിക്കും ബാർ റിപ്ലൈ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഹിസ്റ്റോറിക്കൽ ചാർട്ടുകൾ ബാർ റിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും സ്ട്രാറ്റജിക്ക് ഉണ്ടെങ്കിൽ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്, ഒരു പേപ്പർ ട്രേഡ് പോലെ. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാർ റിപ്ലൈയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വിൻഡോ ഓപ്പൺ ചെയ്യും. അപ്പോൾ അതിൽ ഇവിടെ നമുക്ക് 1 മിനിറ്റ് ഉണ്ട്. ഡെയിലി ടൈം ഫ്രെയിമൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസത്തെ സ്ട്രാറ്റജിയാണ് നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ലെവൽസ് മാർക്ക് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യാറ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ സെലക്ട് ചെയ്യണം. വീണ്ടും നമുക്ക് ഈ ബാർ റിപ്ലൈയുടെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഏത് ക്യാൻഡിൽ മുതലാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ആ ക്യാൻഡിലിൻ്റെ മുകളിൽ വെച്ച് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് 9:15 ക്യാൻഡിൽ പ്രസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് തൊട്ട് മുമ്പിലുള്ള ദിവസത്തെ ചാർട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്കിതിൽ ലെവൽസ് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് തൊട്ട് മുമ്പിലത്തെ ഡേയ്സിലാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ മുമ്പ് മാർക്ക് ചെയ്യാറുണ്ട്, കണ്ടോ, ഈ ഒരു ഏരിയയിൽ സപ്പോർട്ടാണ്. ഈ റെസിസ്റ്റൻസ് എവിടെ വരുന്നത്? അതിൻ്റെ ഹൈ, കഴിഞ്ഞ ദിവസത്തെ ഹൈ വരുന്ന ലെവൽ കണ്ടോ, ഇത് റെസിസ്റ്റൻസ് ആണ്. ഇനി നമ്മുടെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് ക്യാൻഡിൽ ഏതെങ്കിലും ഈ ലെവൽസിൽ ടച്ച് ചെയ്ത് താഴെ റെഡായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് സെല്ലിലേക്കാണ്. ഇനി മുകളിൽ ബ്രേക്ക് ചെയ്ത് ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബൈയിലേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും. കണ്ടോ, വേറൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വന്നിട്ടില്ല. ഇനി നമുക്കൊന്ന് ബാർ റിപ്ലൈ ചെയ്ത് നോക്കാം. നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും ബാർ റിപ്ലൈ. ഓക്കെ, നമുക്കത് മൂവ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ സെലക്ട് ചെയ്യാം. നമുക്ക് സ്പീഡിൽ വേണോ, 10x വരെ സ്പീഡ് കിട്ടുന്നതാണ്, സ്ലോവിലൊക്കെ കിട്ടുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് 1x തന്നെ നോക്കാണ്. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് ഫസ്റ്റ് ക്യാൻഡിൽ അത് ബ്രേക്ക് ചെയ്തു, പക്ഷേ മുകളിൽ ക്ലോസ് ചെയ്തില്ല. പക്ഷേ സെക്കൻഡ് ക്യാൻഡിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ലെവൽസിന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെല്ലാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യാവുന്നതാണ്. കണ്ടോ, നമുക്കിവിടെ സെല്ല് ചെയ്യാം. ഇനി ഇവിടെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡ്രാഗ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റോപ്പ് ലോസ് അവിടെ വയ്ക്കാം. നമ്മൾ ആ വന്നിരിക്കുന്ന ഹൈക്ക് തൊട്ട് മുകളിലായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് വയ്ക്കാറ്. ഇനി ടാർഗറ്റ് എവിടെ വയ്ക്കാം? ടാർഗറ്റ് നമുക്ക് റീസെൻറ്റ് വന്നിരിക്കുന്ന സപ്പോർട്ടിൻ്റെ അടുത്ത് ടാർഗറ്റ് വയ്ക്കാം. അതായത് ഈ ഒരു സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് വയ്ക്കാം, ചെറിയൊരു സപ്പോർട്ട്, ആ ഒരു സപ്പോർട്ട് നമുക്ക് ടാർഗറ്റ് ആയിട്ട് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടോ, അടുത്തതിൽ തന്നെ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് നമ്മുടെ ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അവിടെ വിക്കാണ് വന്നിരിക്കുന്നത്, അത് ഫെയിലായിരുന്നു. വീണ്ടും നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും സെല്ല്. ഇനി നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആ റീസൺ വന്ന ഹൈക്ക് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടാം. ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ തന്നെ നമുക്ക് ടാർഗറ്റ് തന്നെ കാണാം, ആ ഒരു സപ്പോർട്ട് ലെവൽ കണ്ടോ, ഈ ഒരു സപ്പോർട്ട് ലെവൽ തന്നെ ടാർഗറ്റായിട്ട് കാണാം. കാരണം അവിടെ സപ്പോർട്ട് എടുത്താണ് തിരിച്ച് കയറിയത്. അപ്പോൾ നമ്മൾ വീണ്ടും ആ ലെവൽ തന്നെ ടാർഗറ്റായിട്ട് കാണാം. ഓക്കെ, നമ്മൾ ടാർഗറ്റ് അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു എൻട്രിക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ലെവൽസ് മാർക്ക് ചെയ്തിട്ടാണ്. നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പോലെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ആഡ് ചെയ്ത് പ്രീവിയസ് ഉള്ള ചാർട്ടുകൾ ഇങ്ങനെ ബാർ റിപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് സ്കില്ല് അത് കൂട്ടാൻ സഹായിക്കും. ഇപ്പോൾ മാർക്കറ്റ് ഈ ലെവൽസിനുള്ളിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി ഇല്ല. ഓക്കെ, നമ്മുടെ ലെവൽസിൽ ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു എൻട്രി ഉണ്ട്. അതല്ല ഇത് ബ്രേക്ക് റെഡ് ക്യാൻഡിലാണ് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലാണ്. ഓക്കെ, ഇവിടെ ബ്രേക്ക് ചെയ്തു, പക്ഷേ റിജക്റ്റ് ചെയ്തു, തിരിച്ച് കയറി ഉണ്ടോ, ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടുന്ന് ബൈ ആണ്. അപ്പോൾ നമുക്ക് ബൈ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വന്നത് ആ റീസെൻറ്റ് വന്നിരിക്കുന്നത് ലോയ്ക്ക് താഴെയാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഇനി ടാർഗറ്റ് എന്ന് പറയുന്നത് എവിടെയാണ് റെസിസ്റ്റൻസ് വന്നിട്ടുള്ളത്? ഈ ഒരു ഏരിയ ആണ് റെസിസ്റ്റൻസ്, കണ്ടോ, ആ ഏരിയ മാർക്ക് ചെയ്യും. കണ്ടോ, ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ്, ഇത് റെസിസ്റ്റൻസ്. അപ്പോൾ ടാർഗറ്റ് ഇറക്കി എടുക്കാം. നമ്മുടെ ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ്.
ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ ക്യാൻഡിലൂടെ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കണ്ടോ. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടും ക്യാൻഡിലൂടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെല്ലിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും സെല്ല് ചെയ്യാം. ഓക്കെ, പിന്നെ തൊട്ട് താഴെ ഏതെങ്കിലും സപ്പോർട്ട് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചാർട്ട് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ അടുത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ആ ഒരു പോയിൻറ്റിന് എത്ര വരെ ഹൈ പോയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ടൂളുണ്ട്, ആ ടൂൾ വെച്ച് നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. പ്രൈസ് റേഞ്ച് നോക്കാം. ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഈ ഒരു ഹൈ ആണ് പോയിരിക്കുന്നത്. അത് തന്നെ താഴേക്ക് എടുക്കാം ആ ഒരു ലെവലിൽ നിന്ന്. ഓക്കെ, അതല്ലെങ്കിൽ തൊട്ട് താഴെ വല്ല റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചാർട്ട് അത്ര ലോഡ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഇനി അടുത്ത ടാർഗറ്റ്. അപ്പോൾ സാധാരണ പ്രീവിയസ് ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ലെവലാണ് മാർക്ക് ചെയ്യാറ്. നമുക്ക് ആ ഒരു ടാർഗറ്റിലേക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി നോക്കാം. ഓക്കെ, നമ്മൾ ടാർഗറ്റോടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എൻട്രി വരുന്നത് മാർക്കറ്റ് ഈ ലെവൽ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ലെവൽ ടച്ച് ചെയ്ത് തിരിച്ച് ഒരു സെൽ സിഗ്നൽ കാണിക്കണം. അതായത് 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യണം. ഇവിടെ നല്ലൊരു ഫോൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ നമുക്ക് റിപ്പോർട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ട്രേഡിൽ നമുക്ക് നെറ്റ് 7341 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് 10,000 പ്രോഫിറ്റ് വന്നതിൽ ആ 2687 നമ്മുടെ ഒരു ലോസ് വന്നിട്ടുണ്ടായിരുന്നു, അത് മൈനസ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു റിസൾട്ടും കിട്ടും, നമുക്ക് ലിസ്റ്റ് ഓഫ് ട്രേഡ്സും കിട്ടും കേട്ടോ. ഓക്കെ, ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഏതെങ്കിലും ഇൻഡിക്കേറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഈ ഒരു ബാർ റിപ്പിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുക ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് നമുക്ക് ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യേണ്ടതെന്ന്. ഇനി നിങ്ങൾക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴിയാണ് ഫയേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എൻ്റെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലും ഞാൻ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കിത് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.